ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു യാസീൻ ഓതുറല്ലേ വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ ഖാല യാ ലൈത ഖൗം വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ വമാ അൻസൽനാ അലാ ഖൗമി ഖീല ദഖുലിൽ ജന്നത ഖീല ദഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. അതായത് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻനിർത്ത വിഷയം. അവിടെ 3 മുർസലീങ്ങൾ അന്താക്കിയ എന്നുള്ള രായത്തിൽ പോയപ്പോ മുർസലീങ്ങളെ കളവാക്കിയാറ് ഫഖദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിതാലിഥിൻ ഫഖാലു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. അങ്ങനെ ചെന്നിട്ട് 3 പ്രവാചകന്മാരെ കളവാക്കിയപ്പോ മദീനത്ത് അപ്പുറം ഇന്നെത്താൻ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ഓടിവണ്ട്. യാസീന്റെ ഒരു പേജ് മൊത്തം ഇയാളെ വിഷയമാണ് ചെന്നുകൊണ്ടുള്ളത്. ഹബീബുൻ നജ്ജാർ ഒരു ആചാര്യായ സാമാന്യ ആളാണ്. അയാൾ ചെന്ന് ഹക്കുകളായിട്ട് മുർസലീങ്ങൾ മുണ്ടിവണ്ടിക്കും മങ്ങളെ കളവാക്കിക്കൊണ്ടുള്ള ആള് ലനർജുമന്നക്കും വരെ മസ്സന്നക്കും മിന്നാ അദാബുൻ അലീം ചൊല്ലാറ്. നീങ്ങ നേരത്തെ ഊതിയാ നീങ്ങ മുണ്ടതെക്കണോ ഇല്ല എറിഞ്ഞിക്കൊള്ളുടാൻ ഭീഷണിപ്പെടുത്തിയാൽ സത്യം ചെന്നപ്പോ ഭീഷണിപ്പെടുത്തിയാൽ എറിഞ്ഞിക്കൊള്ളുടെ ആരെ വ്യഭിചരിച്ച ആൾമാരല്ലേ. ഇത് പ്രവാചകന്മാരോട്ട് ചെയ്തുള്ളത് നിങ്ങൾ എറിഞ്ഞിക്കൊള്ളുടാ ബായ് പൊട്ടി വെക്കണോ ചെന്നാൽ ആ സമയത്താണ് അഖ്സൽ മദീന മദീനത്തെ ഏതോ മൂലയുടെ ഒരു ഹള്ളി ദിശയിലിട്ട് അയാൾ ഓടി വന്ന് മദീനത്തെ നടുക്ക് പട്ടണത്ത് ഓടി വന്ന് അന്താക്കിയത്ത് വന്നിട്ട് അയാൾ ചൊല്ലു ഈ പ്രവാചകന്മാർ ചൊന്നത് എത്ര നേരാണ് 5 പൈസ ശമ്പളം നിങ്ങൾ മുട്ടത്തെ കേൾക്കാണ്ടല്ലേ ഇങ്ങനെ ചൊന്നുകൊണ്ടുള്ളേ നിങ്ങളെ തെറ്റിദ്ധരിക്കൂ നിങ്ങൾക്ക് എന്താണ് വഴിയുള്ളത്. അങ്ങനെ ചൊന്നപ്പ ഇയാളെ കൊന്നാർ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അയാളെ കൊന്നപ്പ ഖീല ദഖുലിൽ ജന്ന ഖീല ദഖുലിൽ ജന്ന അപ്പമേ ഖുർആൻ ചൊല്ലു. അവിടെ ഗ്യാപ്പേ ഇല്ല. ഇയാൾ മരിച്ചിട്ട് ഉടനെ ചൊന്നുകൊണ്ടുള്ള ഉദ്ഖുലിൽ ജന്ന സ്വർഗത്ത് കിടക്കും. ഏത് സ്വർഗ? ആ സ്വർഗത്ത് പോണേ കുറെ ടൈമില്ലേ. ഇത് ഖബറേ സ്വർഗാണ്. ഉദ്ഖുലിൽ ജന്ന അയാൾക്ക് ഖബർ പോയിട്ടാൻ ഫുൾ സ്വർഗാണ്. ഖുർആന്റെ യാസീൻ ഖൽബുൽ ഖുർആൻ അയാൾ ഒരു നസീബ് നോക്കുക. നിങ്ങൾ ഏതാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 3 നൂറ്റാണ്ടുകൾ മുമ്പുള്ള എനിക്കെത്ത ഒരാൾ അയാളെ ഇഖ്ലാസിന്റെ ഫലാണ്. അയാൾ മദീനത്തെ അഖ്സത്തെ ഓടി വരുമ്പോ അയാൾ ഗൊന്തുണ്ടാ. ആ സമയത്ത് സോഷ്യൽ മീഡിയ ഉണ്ടാ, ഫേസ്ബുക്ക് ഉണ്ടാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാ. ലോകത്തുള്ള ആൾമാർ ഈ വിഷയങ്ങൾ എത്തുവാട്ടി കൊടുക്കുന്ന ആരാണ്? അല്ലാഹുവാണ്. പരിശുദ്ധ ഖുർആന്റെ ഖൽബിലെ ഹാർട്ടിൽ കൊണ്ടുവന്നിട്ട് ഇയാളെ സംഭവിക്ക എന്തേ അയാൾ ഒരു മുഖ്ലിസാണ്. പടച്ചോണുവിനായി മാത്രം പണിയെടുത്തെത്ത ആളാണ്. അയാളെ അന്ത്യനാൾ വരെ അയാളെ വയ്ക്ക് ചൊന്നോണ്ട് വേണോ. അത് അൽബക്കറത്തിൽ കൊണ്ടുപോയിട്ട് ഇട്ടില്ലേ, അല്ലെങ്കിൽ ആല ഇമ്രാനിൽ കൊണ്ടുപോയിട്ട് ഇട്ടില്ലേ. അതെപ്പോഴും മനുഷ്യന്മാർ ഓതില്ല. യാസീനോ ഇന്ന് കോടിക്കണക്കിൽ മുസ്ലിമീങ്ങൾ ഉള്ളാറുണ്ടായി. ഒരു നാൾ എത്ര വട്ടാണ് യാസീൻ ഓതര്? ഒരു 200 കോടി ഉള്ള ആൾമാർ ഉള്ളാറുണ്ടായെങ്കിൽ ഒരു 400 കോടി യാസീൻ ഓതുവാർ. ഒരു നാൾ അത്ര കോടി കെട്ടുള്ള ടൈമും ഈ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു എപ്പോഴും ചൊന്നോണ്ടേക്കിற വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഇയാൾ മരിച്ചപ്പ അയാളൊട്ടി ചൊന്ന ഉദ്ഖുലിൽ ജന്ന നിങ്ങൾ സ്വർഗത്തിൽ പോകൂ. ഇസ്രാ മിഅ്റാജ് രാവുൽ ഞാൻ സ്വർഗം കണ്ടേ നരകം കണ്ടേ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ചൊല്ലല്ലേ. അതെങ്ങനെ സ്വർഗം അതെങ്ങനെ നരകം? ആ സംശയങ്ങളെല്ലാം യാസീന്റെ ആയത്ത് കൊണ്ട് തീർന്നുപോയുകൊണ്ടുള്ളൂ. അതായത് ഖബറേ സ്വർഗാണ്, ഖബറേ സ്വർഗം. ഇയാൾ സ്വർഗത്ത് പോകുമ്പോ അവിടെ നല്ല സുഖങ്ങളാണ്. അത് കണ്ടിട്ട് അയാൾ ചൊന്ന അയാളൊരു മനസ്സ് നീ നോക്കൂ. അപ്പൊ അയാൾ ചൊന്നുകൊണ്ടുള്ള യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. നല്ല കൗമികൾ ഗൊന്തായില്ലെങ്കിൽ എത്ര നല്ല ഇൻകറല്ലേ. ഇയാളെ കൊന്ന ആൾമാർ വരെ നല്ല ഉണ്ടായാൽ തീരുമാനമാക്കിക്കൊണ്ടുള്ളൂ. ഇയാളെ കൊന്നെങ്കത്തെ ആൾമാരെ അങ്ങനെ ഓർത്തൊട്ട് ഇയാൾ ബേജാറായതുകൊണ്ട് റബ്ബേ നാണിതാ കബറുക വന്നപ്പോൾ സ്വർഗല്ലേ നക്ക് എന്തൊരു കൊസി നന്റെ നീ ആദരിച്ചല്ല റബ്ബേ. അതേ സമയത്ത് നന്റെ കൗമുക ഇത് ഗൊന്തായില്ലെങ്കിൽ എത്ര നല്ല ഇത് അങ്ങനെ എന്റെ കൊന്നുറാറും ചൊന്നിട്ടു അങ്ങ് നശിച്ചു പോകണമെന്ന് തോന്നുന്നില്ലേ, അങ്ങ് ശാപ്പ വെച്ചില്ല അങ്ങ് ഇല്ലാണ്ടാവണമെന്ന് തോന്നിട്ട് തോന്നുന്നില്ല. ഇത് നല്ല മനസ്സാണ് അയാള്. അതുകൊണ്ട് ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അവിടെ ഖുർആൻ ചൊല്ലി അക്രമികളായ ആൾമാർ വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ വമാ കുന്നാ മുൻസിലീൻ. ഇയാളെ കൗമ് ഇയാളെ കൊന്ന അക്രമികളായ ആൾമാരുള്ളാറല്ലേ. അങ്ങനെ നശിപ്പിച്ച ഞങ്ങൾക്ക് പട്ടാളത്തെ ഇറക്കണമെങ്കിൽ അഗത്യം വന്നില്ലേ, സൈന്യത്തെ ഇറക്കണമെങ്കിൽ അഗത്യം വന്നില്ലേ. വമാ കുന്നാ മുൻസിലീൻ ഞങ്ങൾ അങ്ങനെ ഇറക്കട ആൾമാരുമല്ല, ഞങ്ങൾക്ക് അതിൽ ആവശ്യമേ ഇല്ല. പിന്നെയോ ഇൻകാനത്ത് ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ ഫഇദാ ഹും ഖാമിദൂൻ. ഒരു അട്ടഹാസം മാത്രം ഒരു സൗണ്ട് കേൾക്കലോടുകൂടി അങ്ങ് സർവനാശായി പോയാറ് അന്താക്കിയത്തെ ആൾമാരെ വകയാണ് ചൊല്ല്. അപ്പൊ ഈ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു നല്ല ഇഖ്ലാസ
അതുകൊണ്ട് അന്ത്യനാൾ വരെ അയാൾ തിന്നോണ്ടേയിക്കിടാർ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മുഖ്ലിസീങ്ങളായ ഇഖ്ലാസുള്ള ആൾമാറാവും. മരിച്ചു പോകുമ്പോ നീ എന്ത്ര ബാക്കിയാക്കിയാൻ കേട്ടെങ്കിൽ ഞാൻ അത്ര കോടി പൈസ ബാക്കിയാക്കിയ, ഞാൻ ഇത്ര ബാക്കിയാക്കിയ, നിന്റെ ബാങ്കിൽ അത്ര ബാലൻസ് ഉണ്ടോ, നിന്റെ മൊബൈൽ ഐഫോൺ 10 ഉണ്ടോ, 15 ഉണ്ടോ, ഇത് ബാക്കിയാക്കി പോകണ്ടാണ്ടല്ല. അതുക്ക് ബദൽ ഞാൻ ബാക്കിയായി ഞാൻ മരിച്ചു പോകുമ്പോ ഒരു 10 മോമിനിയങ്ങളെ മനസ്സ് നൊമ്പലായി പോയിട്ട് റബ്ബേ, അയാൾ മരിച്ചു പോയിട്ടല്ലേ ബേജാറാണ്. ഒരു 10 മോമിനിയങ്ങളെ മനസ്സ് ബേജാറായിട്ട് അയാൾ മരിക്കുമ്പോൾ തീരൻ തയ്യാർ. ഇനിയും അയാൾ വേണിൻ തൂണ്ട് ഒരു 10 ആൾമാർ ചെന്നാറുണ്ടായെങ്കിൽ 4 ആൾമാർ ഒരാൾക്ക് നല്ലത് കൊണ്ട് സാക്ഷി നിന്നിട്ടുണ്ടായെങ്കിൽ അള്ളാഹു അയാളെ സ്വർഗത്ത് കടത്തറാൻ ചൊന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.